ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഏകദേശം എത്ര ടൈം എടുക്കും? ടൈറ്റിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റിൻ്റെ താഴെ തന്നെ ആവുള്ളൂ, കൂടില്ല. പക്ഷേ എനിക്ക് 10 മിനിറ്റ് കിട്ടിയാലും ആ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ശരിക്കും 10 മിനിറ്റ് അല്ല, അതിൽ കൂടുതലാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അത് എത്ര എഡിറ്റ് ചെയ്യുക, അതിലിപ്പോൾ എന്താ കാര്യം, എന്താ ഇരിക്കണമെന്നൊക്കെ ചിന്തിക്കും. പിന്നെ ഈ ലോങ് വീഡിയോ ആവുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തംബ്ലൈനൊക്കെ കൊടുക്കണം, അതേപോലെ തന്നെ എഴുതാനൊക്കെ ടൈറ്റിലൊക്കെ നല്ല ഇതിൽ കൊടുക്കണമെന്ന്. പക്ഷെ ഷോർട്ടിൽ അങ്ങനെയൊന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും ഈ 10 മിനിറ്റൊക്കെ എന്താണ് അവിടെയെന്ന്. അപ്പോൾ വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, അതെന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ മുന്നേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. അപ്പം ഞാൻ അധികം നീട്ടി വലിച്ച് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നു, ഒന്ന് ചുരുക്കി പറയുമെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോ. പക്ഷേ ഇത് എനിക്ക് എത്ര നോക്കിയിട്ടും ഈ എഡിറ്റ് നമ്മൾ ടൈറ്റിൽ കൊടുക്കില്ലേ, എനിക്ക് ശരിക്കും പറഞ്ഞ് ക്ഷമയൊക്കെ തെറ്റും നമുക്ക് ടൈറ്റിൽ കൊടുക്കുക. ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമല്ല കേട്ടോ, ലോങ് വീഡിയോ ആയാലും ശരി, പോസ്റ്റ് ഇടുകയാണെങ്കിൽ ശരി, നമ്മൾ തലയില്ലേ, തലയൊക്കെ ഭ്രാന്ത് എടുക്കുക എന്ന് പറയില്ലേ, ക്ഷമയൊക്കെ നമ്മുടെ പരമാവധി ക്ഷമയൊക്കെ കഴിയും. നമ്മ ഒന്ന് അമർത്തുമ്പോൾ, ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വേറെ ഒന്ന് വരും. അത് നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് പറഞ്ഞ് പിന്നെ മായ്ച്ചു കഴിഞ്ഞാൽ അത് ഡിലീറ്റാക്കി നമ്മൾ വേറെ അടിക്കുമ്പോൾ ഫോണ് നല്ല രസമാണ്, ഓടിക്കൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാലേ യൂട്യൂബ് ചെയ്യണേ ആദ്യം വേണ്ടത് നല്ലൊരു ഫോണാണ് കേട്ടോ. ഞാൻ അതാണ് ആദ്യം പഠിച്ചത്. സത്യം, ഫോണില്ലാതെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് നല്ല റീച്ച് കിട്ടണം, വേഗം വാച്ച് ടൈം തയ്ക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഫോണ് ഹാങ് ഇല്ലാത്തത്, കുറച്ച് ക്യാമറ ക്ലിയർ ആയത്, അന്ന് തൽക്കാലം ഒന്നും കുഴപ്പമില്ലാത്തൊരു ഫോൺ വേണം. അല്ലാണ്ട് നമ്മൾ പുതിയ ഐഫോൺ വേണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ വേണം. അല്ലാതെ എന്നെ പോലെ ഒരു പൊട്ട ഫോൺ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഇടയ്ക്കൊക്കെ ഇല്ലേ കരയും, എനിക്കിത് ടൈപ്പ് ചെയ്യാൻ കിട്ടാണ്ട് ശരിക്കും സങ്കടം വരും. ഇതൊന്ന് നിർത്തിപ്പോയാലോ, മതിയാക്കിയാലോ എന്നൊക്കെ ഞാൻ ആലോചിക്കും. പക്ഷെ പിന്നെയും ഞാൻ ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത്രയും എത്തി. നമ്മുടെ ചാനല് 7000 സംതിങ്ങോളം നമുക്ക് എന്താ പറയുക സബ് കിട്ടി. അതുപോലെ തന്നെ വാച്ച് ടൈം ആയി, മോണിറ്റേഷനായി, അപ്പം അതൊക്കെ ആയി. ഇനി നമുക്ക് ഡോളർ ചെറുതായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പിൻ നമ്പർ കിട്ടിയിട്ടില്ല കേട്ടോ. $10 ആയാൽ മാത്രമാണ് നമുക്ക് പിൻ നമ്പർ വെരിഫൈ ചെയ്യാൻ വരുള്ളൂ. അപ്പം അത് കിട്ടിയിട്ടില്ല, അതിന് അത്ര $10 ആയിട്ടില്ല. അപ്പം അത് ആവണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്താലല്ലേ ഈ ഡോളർ കയറുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അധികം വീഡിയോസ് ഇടാത്തതും, അതേപോലെ ഷോർട്സുകളൊന്നും അധികം ഇടാത്തതും അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ ഷോർട്സ് ഇടുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്സ് അല്ല, ലോങ്ങും അധികം എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ഇതാണ് എൻ്റെ ഫോണിൻ്റെ ഈ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം. അപ്പം എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. ആർക്കെങ്കിലും പുതിയതായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ആദ്യം വേണ്ടത് കുഴപ്പമില്ലാത്തൊരു രീതിയിലൊരു ഫോണാണ് മെയിനായി വേണ്ടത്. ഫോൺ ഉണ്ടെങ്കിൽ നല്ല ക്യാമറയും അതേപോലെ ക്ലിയർ ഉള്ള ഒരു ഫോണും കുഴപ്പമില്ലാത്തതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചത് നമുക്ക് വേഗം ചാനൽ മോണിറ്റേഷൻ ആക്കാനും അതുപോലെ തന്നെ വരുമാനം നേടാനും പറ്റുള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടി പറയണേ, 2 വർഷം, ഈ ഓണം വന്ന 2 വർഷമായിട്ടോ ചാനൽ തുടങ്ങിയിട്ട്. എന്നിട്ടും എനിക്ക് ഇതുവരെ എന്താ പറയുക വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ചാനൽ മോണിറ്റേഷൻ ആയതിനു ശേഷമാണ് ഇപ്പോഴാണ് ചെറിയ ഒരു തോതിൽ ഡോളർ കയറി തുടങ്ങിയത്. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ അവസ്ഥ എങ്ങനെയായി?
ഇതിപ്പോ എനിക്ക് ഈ ഫോണിന്റെ അവസ്ഥ കണ്ടിട്ട് ഇതിന്റെ കാലാവധി കഴിഞ്ഞു എന്നാ തോന്നണം. നേരെയൊക്കെ ഇനി പറ്റില്ല. പരമാവധി അവര് നേരെയാക്കി തന്നു. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അടക്കം ഞാൻ ഫോൺ കടയിൽ പോയിട്ട് പ്ലീസ് ഒന്ന് 2 മാസത്തേക്ക് ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് അവര് ഈ ഫോൺ ഉപയോഗിക്കണേനും വെച്ച് നല്ലത്, നിങ്ങൾക്ക് നേരെയാക്കണേനും വെച്ച് നല്ലത് സെക്കൻഡ് ഹാൻഡ് ഒന്ന് വാങ്ങിക്കൂടെ നടക്കും അവര് ചോദിച്ചു. അവര് ഈ ഫോണും കൊണ്ട് നേരെയാക്കാൻ പോയാൽ അവരെന്നെ കളിയാക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയാ, എനിക്ക് ഷോർട്സുകളും അതേപോലെ തന്നെ ഇപ്പോൾ വീഡിയോസുകളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം 2 വർഷമായി പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഷോർട്സ് തന്നെ ഇട്ടു. ഷോർട്സ് ഇട്ടപ്പോൾ എനിക്ക് ഷോർട്സിൽ വ്യൂസൊക്കെ കുഴപ്പമില്ലാണ്ട് റീച്ചൊക്കെ കിട്ടി. അതേപോലെ 6 ലക്ഷം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ലോങ് ശ്രദ്ധിച്ചില്ല. വാച്ച് അവർ ലോങ് വീഡിയോ വാച്ച് അവർ ഞാൻ ശ്രദ്ധിച്ചില്ല, ഷോർട്ടിൽ കൊണ്ടുപോയി. പക്ഷെ പിന്നെ ഇടയിൽ വെച്ച് ഞാൻ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഷോർട്സിൽ വ്യൂസ് കമ്മിയായി. ഷോർട്സ് അവിടെ നിർത്തി. 2 വർഷമായി ഞാൻ എന്താ പറയുക ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ അതിൽ ഞാൻ ലോങ്ങും ഷോർട്സും മാറി മാറി ഇട്ടില്ല. ഷോർട്സ് ഇട്ടാൽ ലോങ് അവിടെ സ്റ്റോപ്പ് ചെയ്യും, ലോങ് ഇട്ടാൽ ഷോർട്സ് അവിടെ പോയി. അതാണ് എനിക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത്. പിന്നെ ലോങ്ങിൽ കൂടെ തന്നെ എൻ്റെ ചാനൽ മോണിറ്റേഷനായി. അപ്പോഴേക്കും ഫോണിൻ്റെ ഒക്കെ ഏകദേശം ഇവരൊക്കെ പണിയൊക്കെ പാളിനൊക്കെ കണ്ടില്ലേ നിങ്ങൾ. ഷോർട്സ് ഇടണമെങ്കിൽ എനിക്ക് എത്ര ക്ഷമ വേണം. യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മെയിനായിട്ട് ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർക്ക് പറ്റിയ പണിയേ അല്ല കേട്ടോ യൂട്യൂബ് ചാനല്. അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് കുറേ പേര് ഫോണ് മാറ്റിക്കൂടെ ചേച്ചി എന്ന് ചോദിച്ചു. മാറ്റാനുള്ള അവസ്ഥയായിട്ടില്ല. എന്നാലും ഏകദേശം ഓണം കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷിക്കുന്നു, മാറ്റണം എന്നൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുവരെ ഈ ഫോൺ തന്നെ എങ്ങനെയെങ്കിലും ദൈവം സഹായിച്ച് കേടുവരാണ്ടിരിക്കണേ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ദയനീയ അവസ്ഥയാണ് കേട്ടോ ഫോണിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സും ഇപ്പോൾ ലോങ്ങൊന്നും അധികം ഇടാത്തത്. എന്നാൽ കൂടി പരമാവധി ഞാൻ ഡെയിലി വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇടാറുമുണ്ട്, അല്ലാതെ ഫുള്ളായി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഡോളറൊക്കെ ചെറുതായി കയറി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ $10 ആയാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക പിൻ നമ്പർ ലഭിക്കുകയുള്ളൂ, വെരിഫൈ ചെയ്യേ. അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് എന്താ പറയുക, ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനി അങ്ങോട്ട് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.